ആർ.ജെ. ബാലാജി സംവിധാനം ചെയ്ത 'കറുപ്പ്' എന്ന് പറയുന്ന സിനിമ കണ്ടു. ഇത് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടതായിരുന്നു. കുറച്ചും കൂടെ സംസാരിക്കണം തോന്നിയോണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത്. സിനിമ എങ്ങനെയുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് 'കറുപ്പ്'. സൂര്യയാണന്റെ 13 വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിറ്റ് കിട്ടിയ പടമാണ്. കാരണം ബോക്സ് ഓഫീസിലൊന്നും വലിയ ചലനം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളുണ്ട്. അപ്പൊ അതിനുശേഷം ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് 147 കോടി കടന്നിരിക്കുകയാണ്. ഭയങ്കര ഒരു ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. സിനിമ നമുക്ക് തുടങ്ങാം. പെർഫോമൻസ് വൈസ് ഫസ്റ്റ് ഹാഫ് ഇന്ദ്രൻ സേട്ടന്റെ ഒരു ഒരു പെർഫോമൻസ് നമുക്ക് ഒന്ന് രണ്ടെണ്ണം എടുത്തു പറയണം. ഇന്ദ്രൻ ചേട്ടന്റെ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൽ അനഘ എന്ന് പറയുന്ന, അതായത് ഇന്ദ്രൻ ചേട്ടന്റെ മകളായിട്ട് അഭിനയിച്ച അനഘ എന്ന് പറയുന്ന പുള്ളിക്കാരി നൈസ് ആയിട്ടാണ് അത് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് അത്യാവശ്യം ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഒക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പിന്നെ ഈ ഇന്ദ്രൻ ചേട്ടന്റെ ഈ ഇന്റർവൽ പോർഷന് തൊട്ട് മുമ്പ് ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളിക്കാരൻ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ചേട്ടൻ കൊണ്ടുപോയി. പിന്നെ സൂര്യാണന്റെ പോർഷൻ വരുമ്പോൾ സൂര്യാണനും എത്തിച്ചിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സൂര്യാണന്റെ ഒരു വൺ മാൻ ഷോ. സായി അഭ്യങ്കർ എടുത്ത് പറയണം മോനെ, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പുള്ളിക്കാരന്റെ ഒരു കംബാക്ക്. കാരണം ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് ട്രോൾ കിട്ടിയ വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ ഒരു വമ്പൻ കംബാക്ക് ആണ് നടത്തിയിരിക്കുന്നത്. സായി അഭ്യങ്കർ പൊളിച്ചിട്ടുണ്ട്. സൂര്യണ്ണന്റെ ഒരു മാസ് സീനൊക്കെ വരുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഒരു BGM ഒക്കെ ഇട്ട് കേട്ടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. BGM ഒക്കെ ആ BGMന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ആർ.ജെ. ബാലാജി ബ്രോ, താങ്ക് യു സോ മച്ച്. കാരണം സൂര്യണ്ണൻ ഒരു കംബാക്ക് കൊടുത്തതിന് കാരണം അത് നല്ല രീതിയിൽ, അതായത് സൂര്യണ്ണനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം അത് ആർ.ജെ. ബാലാജി നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആക്ടിങ്ങിലോട്ട് വരികയാണെങ്കിലും വില്ലൻ അത് ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല കിടിലനായിട്ട് ആർ.ജെ. ബാലാജി ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ തന്നെയാണ് ഈ 'കറുപ്പ്' എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ തൃഷ, സ്വാസിക, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും അവരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒട്ടും ബോറടിപ്പിക്കാതെ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 'കറുപ്പ്' സെലിബ്രേഷൻ പടം. ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു. ഇപ്പൊ പറഞ്ഞത് എന്റെ അഭിപ്രായം മാത്രമാണ്. സിനിമ പോയി കാണൂ, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ കുറച്ച് പറയാം. സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇൻസ്റ്റയിൽ ഒന്ന് പോസ്റ്റ് ചെയ്തായിരിക്കുക ഈ സിനിമകളുടെ ക്ലിപ്സ് ഒക്കെ. കാരണം ഒരുപാട് പേര് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും കാണണം. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഈ സ്പോയിലറും അങ്ങനത്തെ ഈ ചെറിയ ചെറിയ ക്ലിപ്സ് ഒന്നും പുറത്തു വിടാതിരിക്കുക. അത് ഒരുപാട് സിനിമകൾക്ക് ഇപ്പൊ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ദൃശ്യം സിനിമ വരെയാണ്. അപ്പൊ ദൃശ്യത്തിന് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ക്ലിപ്സുകളൊന്നും ഇടാതിരിക്കുക. സിനിമാക്കാർ ഇത് ശ്രദ്ധിക്കണം. പൈറേറ്റഡ് കോപ്പീസ് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇൻസ്റ്റയിലും ഈ സിനിമകൾ ഇങ്ങനെ ഓരോ ക്ലിപ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതും പൈറേറ്റഡിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതിനും ഏതൊരു ആക്ഷൻ എടുക്കണം എന്നാണ് പറയാനുള്ളത്. സിനിമാക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനൊരു നടപടി എടുക്കണം എന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.